നമ്മുടെ വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൽ പങ്കെടുത്ത് കേട്ടിട്ടുണ്ടോ? അവിടെ ചെന്ന് കയറാൻ കഴിയാതെ വൈകി പുറത്തു നിന്ന് അവസാനം സിസ്റ്റർ നിവേദിനൊക്കെ കണ്ട് കത്തൊക്കെ കിട്ടി അങ്ങനെയാണ് അവസാനം അവിടെ എത്തിയതാണ് അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പക്ഷെ അവിടെ സൈൻ ചെയ്തതാരാ അമേരിക്കയിൽ അറിയാമോ? വിവേകാനന്ദനാ. സമയം അദ്ദേഹം കയറി ചെന്നത് കാവ്യവസ്ത്രമൊക്കെ ധരിച്ചിട്ടാ. കണ്ടാലും ഒരു ഇതിന് പറയാൻ കുളൂസൊന്നുമില്ല. ബാക്കി എല്ലാവരും കഴുത്തിലൊരു ഇതൊക്കെ കെട്ടി ടൈയൊക്കെ ഇട്ട് കോട്ടൊക്കെ ആയിട്ട് കീശ കൈയൊക്കെ ഇട്ട് ഷൂസൊക്കെ ഇട്ട് പൈപ്പൊക്കെ വലിച്ച് കയറിന്നിട്ട് മഹാപണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നാ വിചാരം. സ്വാമിജി തലയിൽ ഒരു കെട്ടും വായുവസ്ത്രം ധരിച്ച് കയറി ചെന്നിട്ട് അവിടെ അപ്പൊ തന്നെ കേരള നിയമസഭ പോലെയാ. അതിലൊരു വാക്കുണ്ടെന്നാണ് ശബ്ദാനമായ രംഗങ്ങൾ അല്ലേ? നമ്മുടെ നാട്ടിലെങ്ങനെ ഉണ്ടാവാറില്ല. നമ്മുടെ ആൾക്കാരല്ലേ പോകുന്നത്, പിന്നെ എങ്ങനെയല്ലേ? അപ്പൊ അതേപോലെ ഒരു രംഗമാണ്. അതായത് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വന്ന് ദിവസങ്ങളോളം അവിടെ ഇരുന്ന് സർവമത സമ്മേളനത്തിൽ പ്രസംഗങ്ങളെല്ലാം കേട്ട് കുറെ പ്രസംഗം ഇപ്പൊ തന്നെ നിങ്ങൾ മടുത്തു തുടങ്ങിയെന്ന് എനിക്കറിയാം. പ്രസംഗം കേൾക്കുന്നതിന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പറയുന്നതിന് നല്ല സുഖം, അവിടെ നിർത്താതെ പറയും. അപ്പൊ ഇതിങ്ങനെ കേട്ട് മടുത്തിട്ട് അവസാനം അവരവരുടെ ബാഗ് തപ്പുന്നു, പോകാൻ തിരക്ക് വിട്ടിരിക്കുകയാണ്. അവസാനമാണ് ഇങ്ങനെ 5 മിനിറ്റ് കൊടുത്തത് കടലാസിൽ. അപ്പൊ അങ്ങനെ കയറി നിന്നിട്ട് ഒരാൾ ശ്രദ്ധിക്കുന്നത് അവിടെ കയറുന്നിട്ടാണ് സ്വാമിജി ഭാരത സംസ്കാരത്തിന്റെ മഹാമാതൃക അവിടെ അനാവരണം ചെയ്ത് കൈകൂപ്പി നിന്നിട്ട് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക എന്നാണ്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ ഒത്തുചേർന്ന എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ. അവിടെ പിൻഡർ ഓഫ് സൈലൻസ് വീണു. നിശബ്ദത, മുട്ടുസൂചി നിലത്ത് വീണാൻ കേൾക്കുന്ന നിശബ്ദത. എന്താ കാര്യം എന്നറിയാമോ? വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന്, വിവിധ വർഗ്ഗങ്ങളിൽ, വിവിധ ഭാഷകളിൽപ്പെട്ട, വിവിധ മതങ്ങളിൽപ്പെട്ട മനുഷ്യരെ ഒന്നായി കണ്ടിട്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്യാൻ മാത്രം ആധ്യാത്മിക ഔന്നത്യം നേടിയ മനുഷ്യനാരെന്നറിയാനാണ്. അവർ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഇതുവരെ കേട്ടില്ല. ഇതിനു മുമ്പ് സംബോധന ചെയ്തത് മുഴുവൻ എന്താണെന്നറിയാമോ? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മേന്യന്മാരെ, മഹതികളെ എന്നാ കേട്ടത്. ഒരാൾ മാത്രം എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണുന്നു. സാർവദേശീയമായ സാഹോദര്യം അദ്വൈത ചിന്തയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഒരു ഇന്ത്യക്കാരനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. അപ്പൊ അവരും എല്ലാം ഉള്ളിൽ ചിരിക്കാൻ തുടങ്ങി. എന്താ കാര്യം എന്നറിയോ? ഇന്ത്യ അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴില. ബ്രിട്ടീഷുകാർ ചവിട്ടിത്തേച്ച് നമ്മളെ കൊള്ളയടിച്ചിട്ടിരിക്കുന്ന അടിമാവസ്ഥയിൽ കിടക്കുന്ന മനുഷ്യര്. പിന്നെ ബാക്കി അവർ കേട്ടിട്ടുണ്ട് ജാതിയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിരക്ഷരതയും കട്ടപിടിച്ച് കിടക്കുന്ന ഈ നാട്ടിൽ നിന്നിട്ട് പറയാൻ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറയാൻ അഭിമാനമുണ്ട്. അതുകൊണ്ടായിരിക്കും അവർക്ക് പുജ്ഞം തോന്നിയത്. അങ്ങനെ ഒരു വാക്കില്ലേ പുജ്ഞം? അത് പുച്ഛമാണ് എന്നാ അങ്ങനെ തോന്നി. പക്ഷെ ഇദ്ദേഹം വീണ്ടും പറഞ്ഞു, പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതസംഘടനകൾ നടക്കുമ്പോൾ ഭയം നോടി വരുന്ന വിവിധ മതാനുയായികളെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഇന്ത്യ രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതസംഘടനകൾ നടക്കുമ്പോൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന, ഭയം നോടി വരുന്നവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്ന ഇന്ത്യ രാജ്യത്താണ് വരുന്നതെന്ന്. വീണ്ടും നിശബ്ദത, അത്ഭുതം, കണ്ണുകളും കാതും വിടർന്നു. ഇങ്ങനെ ഒരു ലോകത്തിൽ വേറൊരു രാജ്യവുമില്ല. അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അദ്ദേഹം മഹത്തായ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ഉന്നതമായ മൂല്യങ്ങളെ കൊണ്ട് പറഞ്ഞു കൊടുത്തു. സനാതന ധർമ്മം നാട്ടിൽ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ അതെന്തോ വലിയ അപകടം പിടിച്ചതാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പിന്നീട് വന്നിട്ടുള്ള പരിവർത്തനങ്ങളൊക്കെ ചേർത്ത് അതിനെ മോശമാക്കിയാണ് ചർച്ച ചെയ്യുന്നത്. പക്ഷേ സനാതന ധർമ്മമൊന്നും അല്ല കേട്ടോ. ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെയും വേദങ്ങളിലൊക്കെ ഉപനിഷത്തുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള സനാതന ധർമ്മം തന്നെയാണ്. ദൈവം ഒന്നേ ഉള്ളൂ, ദൈവത്തിന് ഒരു ധർമ്മമുള്ളൂ. അത് തന്നെയാണ് ഗുരുവും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ ആ ധർമ്മമൊക്കെ പറഞ്ഞു കിട്ടും. അപ്പൊ അവിടെ വിജയിച്ചത് ആരാണ്? പിന്നെ കുറിപ്പ് വരാൻ തുടങ്ങി. കുറിപ്പ് വരുന്ന ഇപ്പൊ എനിക്ക് കുറിപ്പ് തരാൻ തുടങ്ങുമ്പോൾ ചുരുക്കണം. ഇതങ്ങനെയല്ല, നീട്ടി പ്രസംഗിക്കാനാണ്. ഇതിന് പിറ്റേ ദിവസം അവിടുത്തെ ഹെറാൾഡ് ടൈംസ് പത്രത്തിൽ എഴുതി ഇന്ത്യയിലേക്ക് ക്രിസ്ത്യൻ മിഷണറിമാരെ അയച്ചത് ബുദ്ധിശൂന്യതയായി പോയിന്ന്. കാരണം നമ്മളെ പഠിപ്പിക്കാൻ മാത്രം അവർക്ക് കഴിവില്ല. നമ്മൾ അതിനേക്കാൾ ഉയർന്ന അറിവ്